ഇടയായിത്തീരും. He will fill us with his mighty works. എന്ന കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ കാണുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. And we are going to see his mighty works too. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, അങ്ങയുടെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കാണുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കുന്ന എല്ലാവരും അല്പനേരം പ്രാർത്ഥിച്ച്, യേശുവേ, അങ്ങയുടെ ശക്തിയെ അങ്ങ് കാണുവാൻ, അനുഭവിക്കുവാൻ, കർത്താവിന്റെ വലിയ പ്രവൃത്തിയിലേക്ക് ഇന്ന് വരുവാൻ ദൈവം ഞങ്ങളെ ശക്തീകരിക്കുന്നില്ല. ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുവാൻ ലിനി സിസ്റ്റർ ആയിക്കോട്ടെ, ഇന്ന് ലിസ സിസ്റ്റർ ആയിക്കോട്ടെ, മൊറ സിസ്റ്റർ ആയിക്കോട്ടെ, ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാ ഏഞ്ചൽ സിസ്റ്റർ ആയിക്കോട്ടെ, വർഷിപ്പും എല്ലാം കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിച്ചല്ലോ. വന്നു ചേർന്നവരെല്ലാം ഞാൻ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. നമ്മുടെ UK കർത്താവ് വലിയൊരു ഉണർവിനെ ദൈവം അയക്കും. അതിന് മുന്നോടിയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടുന്നതാണ്. വലിയ കാര്യങ്ങളെ കർത്താവ് നിങ്ങളോട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇന്ന് ഞാൻ ഓർപ്പിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ വാക്യം ഏതാന്നുള്ളത്, നമ്മൾ എവിടെയാണ് തുടങ്ങിയെന്നുള്ളത്, എന്തിനെപ്പറ്റിയാ നമ്മൾ സബ്ജക്റ്റ് എന്നുള്ളത് ഓർമ്മയുണ്ടായിരുന്നു ആർക്കെങ്കിലും? Do you all remember what we learned last week? At least the subject or the verse? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ. ആമേൻ. നമ്മൾ കേട്ടു, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും, അല്ലേ? Last week we saw all those who believe, these signs will follow them. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വേഷം പറഞ്ഞ പോലെ, these sign will accompany those who believe. ആരാണോ വിശ്വസിക്കുന്ന അവരിലൂടെ ഈ അടയാളങ്ങൾ നടക്കും. All those who believe, these signs will accompany all those who believe. ഈ 2 ദിവസങ്ങളായിട്ട് ചില മണിക്കൂറുകൾ ഞങ്ങൾക്ക് ഒരുമിച്ച് എല്ലാവർക്കും അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിച്ചു. For the last 2 days, continuously we've been praying in tongues. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നു. And today we had a great training by the Holy Spirit. പരിശുദ്ധാത്മാവ് ഒത്തിരി ആൾക്കാരുടെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ചെയ്തു. Holy Spirit opened the spiritual eyes of many of us. അവർക്ക് ഹീലിംഗ് ആൻഡ് പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് അനോയിന്റിംഗ് അവരിലേക്ക് മൂവ് ചെയ്തു. And also many of them got the healing and prophetical anointing. എനിക്കത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി തോന്നി. I was very happy when I saw that. കാരണം ഇതാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വം. And because this is the actual discipleship. എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നതാണ് കർത്താവിന്റെ ശുശ്രൂഷ. Jesus Christ liked everybody to work together in his ministry. Everybody worked together. ഞാൻ വേഗത്തിൽ 1-2 വാക്യങ്ങൾ വായിച്ച് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളിൽ അത് ആക്റ്റീവ് ആകുക തന്നെ ചെയ്യും. കേട്ടില്ല. ഞാൻ ഇന്ന് വേഗത്തിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുവാണ്. I'll go quickly to the word of God and then we'll pray. പ്രിയ സജി പാസ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം ഉപവാസത്തിലായതുകൊണ്ട് അദ്ദേഹം ടയർഡാണ്. 21-39 ദിവസമായിട്ട് ഉപവാസത്തിലായിരുന്നു. Saji Pastor has been fasting for the last 19 days, so പാസ്റ്റർക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. So he was not able to join. കാരണം നാളെ രാവിലെ പിന്നെയും പ്രാർത്ഥനയുണ്ടല്ലോ. Because early morning again there is prayer in the morning. ഇന്ന് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് പിന്നെയും നമ്മളെ സഹായിച്ചു. But God has enabled us to come together like this again. ബെന്നിബദലൊക്കെ പിന്നെയും യാത്രയിലാണ്, അവർ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല പ്രാർത്ഥനയ്ക്ക്. Benny brother and family, they could not join us because they are also traveling somewhere. ഞാൻ പെട്ടെന്നൊരു വാക്യം എടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. We'll take a verse from the word of God. ഒരു വാക്യമല്ല, 1-2 വാക്യങ്ങളുണ്ട്. Quite a few verses, not just one. അപ്പോസ്തല പ്രവർത്തികർ പത്രോസ് ലീഹായുടെ ലേഖനം 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3, 4 അതിന്റെ 10 വാക്യം. 3, 4, 10 വാക്യം. Second Peter verse chapter 1 verse 3, 4 and 10. ഞാനിവിടെ വായിച്ചു. His divine power has given us everything we need for a godly life through our knowledge of him who called us by his own glory and goodness. നമ്മൾ ഇന്ന് 2 ബാക്കി വായിക്കണോ? ഇന്ന് 2 കാര്യം നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകണം. ഒന്ന്, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പുവരുത്തണം. 2 things we are going to share today. One is we should make our calling and election sure. അപ്പോസ്തല പ്രവർത്തകർ പത്രോസ് ലീഗയുടെ ലേഖനത്തിൽ അദ്ദേഹം പറയാണ്, മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ തന്റെ പരിജ്ഞാനത്താൽ തന്റെ ദിവ്യശക്തി, ആ വാക്കുകൊണ്ടാണ് ഡിവൈൻ പവർ എന്നോ അല്ലെങ്കിൽ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. Here if you pay attention, it says his divine power has given us everything we need for a godly life. വാക്കുകൊണ്ട് the given and to us all things, സകലതും നൽകിയിരിക്കുന്നു.
He's given us everything. If you pay attention to those അപ്പൊ ഇനി words, ഇനി നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. that means you don't need to wait for anything else. You've നമ്മള് been given everything. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോ When we were saved, ഞങ്ങളുടെ ദേവദാസൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രക്ഷിക്കപ്പെടുമ്പം I remember a man of God saying the statement, when നമ്മൾ we are നമ്മൾ saved, വീണ്ടും ജനിക്കുകയാണ്. കേട്ടില്ല? നമ്മൾ വീണ്ടും ജനിക്കുകയാണ്, ബോൺ അഗെയിൻ. we are born again. അപ്പം വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. When we are born again, there is something. There's a particular thing that happens. നമുക്ക് കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, എല്ലാ സെൻസേഷനും ഉള്ള ഒരു മനുഷ്യനാണ് ജനിക്കുന്നത്. സ്പിരിച്വൽ മാൻ ആണ് ജനിക്കുന്നത്. When we are born again, a spiritual man is born, and that person can see, can hear, and has all the senses. അപ്പൊ നിങ്ങൾക്ക് സ്പിരിച്വൽ ഐസും ഉണ്ട്, സ്പിരിച്വൽ ഇയേഴ്സ് ഉണ്ട്, സ്പിരിച്വൽ നോസ് ഉണ്ട്, സ്പിരിച്വൽ മൗത്ത് ഉണ്ട്. ഇതെല്ലാം നിങ്ങളിലുണ്ട്. So we all have, the spiritual man has spiritual eyes, nose, spiritual ears. The spiritual man has everything. എന്നാൽ ഇതിന്റെ അവയർനെസ്സുകൾ കുറവുള്ളതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇത് പ്രവർത്തിക്കാൻ കഴിയാത്തത്. And because the reason we are not able to operate in our spiritual man is because we are not aware of what the spiritual man has. ഇന്ന് ഞാൻ ആലോചിക്കാറുണ്ട്, പരിശുദ്ധാത്മാവ് വേഗത്തിലാണ് അവരിൽ അത് ആക്റ്റീവ് ആക്കിയത്. I was thinking that all those who joined earlier, the Holy Spirit activated these gifts in them very quickly. ഇനി അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, And the reason is, നിരന്തരമായി നമ്മൾ ധ്യാനിക്കുന്ന, മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ്, because continuously we've been meditating on one topic, സകലതും ലഭിച്ചിരിക്കുന്നു. that we have been given everything. നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ ലഭിച്ചിരിക്കുന്നു. We have been given everything that is needed for a godly life. അതിന്റെ നാലാമത്തെ വാക്യത്തിൽ പറഞ്ഞ, അവയാൽ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. Through these he has given us his great and precious promises. It ആകയാൽ has been given. ആകയാൽ നിങ്ങൾ ഈ ലോകത്തിലെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടയായിത്തീരുവിൻ. And that is why, having escaped, you can be partakers in this divine nature, having escaped the corruption in the world. നമ്മൾ പലപ്പോഴും ഈ ഡിവൈൻ നേച്ചർ എന്ന് ചിന്തിക്കുമ്പോൾ, When we think about this divine nature, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഈ പാപം ചെയ്യാത്ത ഒരു നേച്ചറാണെന്നാണ് ആളുകളുടെ ചിന്ത. നല്ലതാണ്, അത് തന്നെയാണ്, എക്സാക്ട്ലി അത് തന്നെയാണ്. when we think of the word divine nature, we think a life where we do not sin. That is correct. യഥാർത്ഥ ഡിവൈൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്പിരിച്വലി കൂടുതൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഡിവൈൻ നേച്ചർ ഉള്ള ആള്. But the real meaning of divine nature is a person who's able to think spiritually. അതിന്റെ 10ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴേക്കും, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. So if you come to verse 10, 2 Peter chapter 1 turn, it says, therefore my brothers and sisters, make every effort to confirm your calling and election. കൺഫേം യുവർ കോളിംഗ്. നോക്കിക്കേ, നിങ്ങളുടെ വിളിയെ ഉറപ്പുവരുത്തുക. So it says confirm your calling and election. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകത്തില്ല. If you do like this, you will always stand strong. അപ്പോൾ നമ്മൾ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. So that means that there is chances we will stumble. നമ്മൾ കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. There are chances we can get confused. പക്ഷെ നമ്മൾ ഉറപ്പ് വരുത്തണം നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പിനെയും. So to avoid all of this, we need to get this confirmation in ourselves about our calling and election. പലരും ചോദിക്കാറുണ്ട്, മിനിസ്ട്രിയിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? We need to know how to move in this ministry. എങ്ങനെ മിനിസ്ട്രിയിൽ വളരാൻ പറ്റുന്നത്? How can we grow in the ministry? നമുക്ക് 4 പൊസിഷൻ മിനിസ്ട്രിയിലുണ്ട്. We have 4 positions in ministry. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. If we turn to Acts chapter 1 verse 8. യേശുക്രിസ്തു പറയുന്ന വാക്യം ഇതാണ്. Jesus Christ says, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്, ഒന്നാം ശ്രദ്ധിച്ചോണം, യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിൽ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു.
And Jesus said, and you will receive power when the Holy Spirit comes on you, and you will be my witnesses in Jerusalem and all Judea and Samaria and to the ends of the earth. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചോണം. യു ഷാൽ റിസീവ് ദ പവർ. നിങ്ങൾ ആ ഒരു വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾ ദൈവശക്തിയെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ റിസീവ് ചെയ്തിട്ട്, അതിന്റെ ഇംഗ്ലീഷ് വാക്ക് But you after the will, Holy Ghost is come upon you, അല്ലെ, നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നിട്ട്, you will receive power when the Holy Spirit comes on you. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണേ. പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിങ്ങളുടെ മേൽ വന്നിട്ട്. When the Holy Spirit comes on you, you will receive അപ്പൊ power. നിങ്ങളുടെ മുകളിൽ, നിങ്ങളുടെ അകത്ത് ഇപ്പൊ ആരുണ്ട്? So who is within you? ഒന്ന് മ്യൂട്ട് മാറ്റി പറയാവോ? You can unmute and say. നിങ്ങളുടെ അകത്ത് ആരുണ്ട്? The Holy Spirit. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. Holy Spirit has come inside of you. ഇനി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് നിങ്ങളുടെ ജീവിതം. So what Holy Spirit does within you or through you becomes your life. നമുക്കറിയാം, ഒരാളുടെ മേൽ ദുരാത്മാവ് ഉണ്ടെങ്കിൽ ദുരാത്മാവിന് പ്രവൃത്തിയുണ്ട്. So we know that if somebody has got evil spirit in them, evil spirit works through them. ഞാനിപ്പോഴും എൻ്റെ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു കൊച്ച്, അവൻ ട്യൂഷൻ പഠിപ്പിക്കുന്ന ആളായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത്. I had a friend who used to teach children. അപ്പൊ അവിടുത്തെ ഒരാള് പറഞ്ഞു, അവിടെ ഒരു പയ്യന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ചെറിയൊരു പയ്യനാ, 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന ചെറിയ കൊച്ചാ. So he told me to pray for this young child who was in standard year 6 or. ചില സമയത്ത് ഭയങ്കര എന്താ പറയുന്നത്, ദേഷ്യവും അരിശവും ഭയങ്കര ഒരു ബാധ ഉപദ്രവം ഉള്ളവനെ പോലെ പെരുമാറും. He used to sometimes behave in a very violent way, sometimes like as if he was possessed. ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പയ്യനെ 4 പേര് കൂടി പിടിച്ചാൽ പോലും അവൻ അവരെല്ലാം എടുത്ത് എറിയും. And this boy who was studying in year 7, when he used to get violent, even if 4 people held him together, he would be able to throw all of them. അപ്പോൾ ആലോചിച്ച് നോക്കി, ആ ചെറിയ പയ്യൻ എങ്ങനെയാണ് ഇവരെ ഇത്രയും പേരെ എടുത്ത് ഉന്തി മാറ്റാൻ പറ്റുന്നത്? So can you imagine this little boy who's in year 7, how can he push away 4 strong men? അപ്പൊ അവന്റെ മേൽ ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. അതിന്റെ സ്ട്രെങ്ത് ആണ് അവന്റെ ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. So that means that he has an evil spirit, and the strength that this boy has is the manifestation of the evil spirit. അങ്ങനെയെങ്കിൽ ഹോളി സ്പിരിറ്റിന്റെ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര അധികം മാനിഫെസ്റ്റേഷൻ കാണാൻ പറ്റും? So that means if you have Holy Spirit in you, how much more will be the strength in you? ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾക്ക് ശക്തി ലഭിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒതുങ്ങാൻ കഴിയത്തില്ല. And this is what Holy Spirit said, when you receive the power, then you will not be the same again. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് മിനിസ്ട്രി എന്നുള്ളത്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് നമുക്കുള്ള മിനിസ്ട്രി. നമ്മുടെ മിനിസ്ട്രി എന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. Our ministry is what Holy Spirit does. ഇവിടെ നോക്കി, യേശു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും. So here Jesus says, once you receive the Holy Spirit, you will be my witness in Jerusalem. ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഗോൾ എന്നുള്ളത് യെരൂശലേമാണ്. Pay attention, the first place he wants us to be witnesses. യെരൂശലേമിനെ കവർ ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത യഹൂദിയയിലേക്ക് പോകാൻ കഴിയത്തില്ല. Without witnessing in Jerusalem, you cannot go to the next place, Judea. അപ്പൊ ഓരോ വ്യക്തിക്കും ഒരു യെരൂശലേമുണ്ട്. Each person we all have our own Jerusalem. നിങ്ങളുടെ യെരൂശലേം കംപ്ലീറ്റ് ആക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും യഹൂദിയിലേക്ക് നിങ്ങൾ സ്പ്രെഡ് ആകാൻ പറ്റാത്തത്. And the reason we are not able to go to Judea is because we haven't finished our task in Jerusalem. ശ്രദ്ധിച്ചോണം, യെരൂശലേം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ചിലപ്പോൾ പ്ലേസ് ആയിരിക്കത്തില്ല. ഒരു പ്ലേസ് നമുക്കുണ്ട്, സ്പിരിച്വൽ പ്ലേസ് ഉണ്ട്. Jerusalem doesn't mean the actual literal Jerusalem. There is a place where we stay. നിങ്ങൾ ആ വാക്ക്, കർത്താവ് പറഞ്ഞ വാക്കുണ്ടോ, യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും, എന്നിട്ട് നിങ്ങൾ പറയുന്നു ഭൂലോകത്തിനടുത്തോളം പോകുന്നു പറഞ്ഞത്. So if you pay attention to the words, Jesus says, you'll be my witness in Jerusalem, in Judea and Samaria, and then to the ends of the earth. അപ്പൊ നമ്മുടെ വിളിക്കകത്ത് ഒരു യെരൂശലേമുണ്ട്. So within our calling, there is a Jerusalem.
അപ്പൊ എന്താണ് ഈ യെരുശലേം എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ സർക്കിളിലെ ഈ സർക്കിളിന്റെ അകത്ത് ഇപ്പം നമ്മൾ പലരും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. So what does Jerusalem mean to us? It means our circle, ഇതാണ് immediate circle. ഇതാണ് യേശു പറഞ്ഞത്, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക. But most of us are caught up in our immediate circle. ഇത് Jesus said, "Be faithful in the little you have." ഇത് ഭയങ്കര വലിയ പോയിന്റ് ആണ്. It's a great point here. നമുക്ക് നമ്മുടെ വിളി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോളിംഗ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്റർനാഷണൽ കോളിംഗ് ആണ്. ഭൂലോകത്തിന് അറ്റത്തോളം പോകാൻ വിളിക്കപ്പെട്ടവരാ നമ്മള്. Last time, remember I said we have an international calling. We have been called to go to the ends of the earth. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ യെരുശലേമിനെ ബ്രേക്ക് ചെയ്യാതെ നിങ്ങൾക്ക് അപ്പുറത്തോട്ട് പോകാൻ കഴിയത്തില്ല. But remember one thing, unless you break your Jerusalem, the boundaries of Jerusalem, you cannot go beyond that. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പ് വരുത്തണം. And that is why Paul said, confirm your calling and your election. ഈ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, During these times, you need to do one thing. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു യെരുശലേമുണ്ട്. God has given each one of us a Jerusalem. ഞാനൊരു വാക്കൊന്ന് പറഞ്ഞു നമുക്ക് അതിലേക്ക് വരാം. I will give you one more verse and I'll come back to this topic. നമുക്ക് ഒരു മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുക്കാം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 22 വേഴ്സ് 14 ആണ്. Okay, Matthew chapter 22 verse 14. For many are invited, but few are chosen. നിങ്ങൾ നോക്കുക, വിളിക്കപ്പെട്ടവരോ അനേകം, പക്ഷെ തെരഞ്ഞെടുത്തവരോ ചുരുക്കമാണ്, അല്ലെ? Many are invited, few are chosen. Yes. അപ്പൊ ദൈവം എല്ലാരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്, വിശ്വാസികളെ. It means God has chosen all the believers. പക്ഷെ ദൈവം തെരഞ്ഞെടുത്തത് കുറച്ചു പേരേ ഉള്ളൂ. All the believers are invited, but only few have been chosen from within. നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്നറിയോ? But how do you know that you have been chosen? ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു സഹോദരനോട് പറഞ്ഞു, സഹോദര, എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ 3-4 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുവാൻ ഭയങ്കരമായിട്ട് ടെൻഡൻസി ഉണ്ടായി. പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു എന്റെ ഭാഷയിൽ. I told my friend that some days back I had a great urge to pray, and so I prayed for few hours in tongues. അപ്പൊ അദ്ദേഹം പറയും, എങ്ങനെ 3-4 മണിക്കൂറും പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? So my friend asked me, how can you pray for 3-4 hours? അപ്പൊ അദ്ദേഹം പറയും, 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ ഞാൻ മടുത്തങ്ങ് പോവാ, പറ്റുന്നില്ല. He told me that if within 1 hour I am fed up and I cannot carry on praying. അപ്പൊ ഞാൻ പറയുന്നത് 4 മണിക്കൂർ എന്നിട്ട് ഒന്നും ആകുന്നില്ല. 4 മണിക്കൂർ ഇരുന്നിട്ട് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. 4 മണിക്കൂർ ഇരുന്നിട്ട് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. 4 hours he sat and he couldn't feel anything. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, തെരഞ്ഞെടുത്തവന്റെ അകത്ത് തമ്പുരാൻ ഒരു ദാഹം കൊടുക്കും. The one thing we understand is those who are chosen, they have a great thirst. എല്ലാവരേക്കാൾ അധികം എക്സ്ട്രാ ഒരു ദാഹവും കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു തോന്നൽ നിങ്ങളുടെ അകത്ത് ഒരു പ്രേരണ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾ സെലക്റ്റഡ് ആണ്. So if you have a deep thirst in you to do something for God, to keep on doing, and you're not satisfied, then remember that you are chosen. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടും കർത്താവിന് വേണ്ടി ചെയ്തിട്ടും പിന്നെയും ദാഹം ഉണ്ടെങ്കിൽ ഇതാണ് തെരഞ്ഞെടുത്തതിന്റെ സൈൻ. Even after praying for hours and you have been serving God, even still you are still thirsting to do more, that means that you have been chosen. ഇത് വിളിച്ചവർക്ക് വരത്തില്ല. Just the invited won't have this kind of ഇത് thirst. തെരഞ്ഞെടുത്തവർക്ക് മാത്രമേ ഉള്ളൂ ഈ ഓവർഫ്ലോ ആയിട്ട് ഈ ദാഹം ഉണ്ടാകത്തുള്ളൂ. Only the chosen will have this excessive thirst to serve God. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വിളിക്കപ്പെട്ടവർ അനേകരുണ്ട്, പക്ഷെ തെരഞ്ഞെടുത്തവർ കുറവാ. And that's why Jesus said, many are invited, but few are chosen. അപ്പൊ നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മറ്റുള്ളവര് പരിഹസിച്ചാലും അവര് നിങ്ങളോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഭയങ്കര ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ടാണ്. So if you have this tendency in you that you want to do something for God, you want to serve Him, you want to pray in His presence, then remember you have been chosen. കാരണം യെരുശലേമിൽ ഒത്തിരി പേര് യേശുവിന്റെ പുറകെ വന്നെങ്കിലും ശിഷ്യന്മാരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർ. വിളി കേട്ട ഒത്തിരി പേരുണ്ട്. So many were following Jesus and many had heard His call, but only the disciples were the chosen. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊരു 4-5 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഭയങ്കര പ്രേരണ വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു, പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിങ്ങളെ ഉന്തിക്കൊണ്ടിരിക്കുക, പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക.
So if you have this deep urge and thirst in you to keep praying for 4-5 hours, then remember the Holy Spirit is the one who's pushing you and giving you this desire. നമ്മുടെ യെരൂശലേമെ വിട്ട് നമ്മൾ പുറത്തിറങ്ങണം. We have to leave our Jerusalem and go out. പലപ്പോഴും നമ്മൾ യെരൂശലേമിൽ ഇപ്പൊ സ്റ്റക്കായി കിടക്കുക. Most of us are stuck within our immediate circle. നമ്മൾ വിശ്വാസം വന്നിട്ട് വർഷങ്ങളായി കാണും. We may have come to faith for many years now. പക്ഷെ നമുക്ക് സുവിശേഷം പറയാൻ കഴിയുന്നില്ല ആൾക്കാരോട്. But we are not able to give the gospel to others. നമ്മൾ സെയിം പൊസിഷനിൽ തന്നെ സ്റ്റക്കായി കിടക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you noticed that we are stuck in the same position? നമ്മുടെ വിളി പുറത്തേക്ക് പോകേണ്ടതാണെങ്കിലും പക്ഷെ നമ്മൾ റൗണ്ടിൽ പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നില്ലേ? Do you feel that you have a calling to go out, but you are stuck in your immediate circle? Do you feel that? യഥാർത്ഥത്തിൽ സ്റ്റക്ക് ആയതല്ല, നിങ്ങൾ യെരൂശലേമിന്റെ ബൗണ്ടറി തന്നെ ഇപ്പൊ നിൽക്കുന്നത്. യെരൂശലേമിന്റെ ബൗണ്ടറി തന്നെ നിൽക്കുന്നത്. We are still within our Jerusalem. എങ്ങനെയാണ് ഈ ബൗണ്ടറി ബ്രേക്ക് ആകുന്നത്? How can we break this boundary? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുന്ന സമയത്ത് When we read Acts chapter 2, അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, Acts chapter 2 verse 4, അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് ഉച്ചരിപ്പ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. all of them were filled with the Holy Spirit and began to speak in other tongues as the Spirit enabled them. അന്ന് ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളും യെരൂശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദരായ ഭക്തിയുള്ള പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. And there were many people there in Jerusalem, Jews from every nation under heaven. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. And when they heard this sound, a crowd came together in bewilderment because each one heard their own language being spoken. അതുവരെ യെരൂശലേമിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കറങ്ങി നടന്ന ആൾക്കാരാണ്. And up to that point, they were just in Jerusalem, praying within Jerusalem. നോക്കി, അവരുടെ യെരൂശലേം അവിടെ ബ്രേക്ക് ആവുക. But you can see here, their Jerusalem is broken. അവിടെ നോക്കി, ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതികളും ആ സമയത്ത് യെരൂശലേമിൽ വന്ന് പാർക്കുകയാണ്. ആകാശത്തിന്റെ കീഴിലുള്ള 5-ാം വാക്യം കേൾക്കുന്നുണ്ട്. 5-ാമത്തെ വാക്യം, അന്ന് ആകാശത്തിന്റെ കീഴിലുള്ള 5-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ഓഡിയോ ബ്രേക്ക് ആവുന്നുണ്ടോ? കിട്ടുന്നില്ല ഓഡിയോ? ലിനി സിസ്റ്റർക്ക് കിട്ടുന്നില്ല. Like our circles enlarged. Okay. Can you hear me? No. I'm sorry. ഇപ്പൊ ഓഡിയോ കേൾക്കുക. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ലിനി സിസ്റ്ററുടെ ഓഡിയോ കട്ടായിരിക്കുക. Oh, sorry, I was muted. Sorry, which verse? Acts 2, verse 5. Now there were staying in Jerusalem God-fearing Jews from every nation under heaven. അവിടുത്തെ വാക്യത്തിൽ പറഞ്ഞു, അവര് യെരൂശലേമിൽ വന്ന് സകലരും പാർക്കുക. യെരൂശലേമിൽ വന്ന് എല്ലാവരും എന്ത് ചെയ്യുവാണ്? ആ സമയത്ത് പാർക്കുവാണ്. കേൾക്കുന്നുണ്ടോ? ലിനി സിസ്റ്ററുടെ ഓഡിയോ കട്ടായെന്ന് എനിക്ക് തോന്നുന്നത്. I'm having വൈഫൈ അല്ലേ കണക്ട് ചെയ്തേക്കുന്നത്? the internet in a problem. അതാ ഇടയ്ക്കിടയ്ക്ക് കട്ടായി. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ കുഴപ്പമില്ല. എന്താ പറഞ്ഞ? സോറി ഫോർ ദ ഹിൻഡ്രൻസ്. അപ്പൊ യെരൂശലേമിൽ വന്ന് അവിടെ വചനം പറഞ്ഞേക്കുന്നത് ഭക്തരായ സകല ജാതികളും യെരൂശലേമിൽ വന്ന് കൂടിയിരിക്കുക. So there in Jerusalem, Jews were from every nation under the heaven. They were in Jerusalem at that time. നോക്കുക, ഇവര് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരെല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലോ എന്ന് പറഞ്ഞു. And in verse 7 we can see, utterly amazed they asked, aren't all these who are speaking Galileans? അതായത് അതുവരെ യെരൂശലേമിൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാര് പുറത്തുള്ളവരിലേക്ക് അട്രാക്റ്റഡ് ആവുക.
So now, up to that point, those disciples were stuck in Jerusalem, but now they are being attracted to the people outside of Jerusalem. അവർക്ക് ഇന്നലെ വരെ പത്രോസ്ലീഹാനെ അറിയത്തില്ല. Up to that point, these people didn't know who Peter was. പക്ഷെ ഇവരുടെ അകത്ത് വ്യാപരിച്ച ദൈവശക്തി യെരൂശലേമിന്റെ പുറത്തുള്ളവരെ അകത്തേക്ക് കൊണ്ടുവരിക. But the Holy Spirit inside of these disciples was now attracting the people outside of their circle. നിങ്ങൾ ആദ്യം തിരിച്ചറിയണം, നിങ്ങൾ യെരൂശലേമിന്റെ അകത്തിരുന്നുകൊണ്ട് അന്യഭാഷ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ യെരൂശലേമിന്റെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കർത്താവ് നിങ്ങളെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. If you remember, if you within your Jerusalem, if you start speaking in tongues, Holy Spirit is going to use you outside of your Jerusalem. ഒന്നാമത്തെ കീ, നമ്മൾ അന്യഭാഷ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, അന്യഭാഷ നിങ്ങളെ അടുത്ത ഒരു ബൗണ്ടറിയിലേക്ക് നിങ്ങളെ കയറ്റുവാൻ ഇടയായി തീരും. So this is the first key. Speaking in tongues is going to break your boundaries and you will move further from നോക്കിക്കേ, അവർ യെരൂശലേമിലാ കൂടിയത്, പക്ഷെ നാനാ ജാതിക്കാർ എന്ത് ചെയ്തു? യെരൂശലേമിൽ ഇവരിലേക്ക് അട്രാക്റ്റഡ് ആകാൻ തുടങ്ങി. So here you can see they were gathered in Jerusalem, but people from all around the world were attracted to them. 8-ാം വാക്യത്തിൽ പറയുന്നു, പിന്നെ ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു. And in verse 8, you can see each one of them heard them speaking in their own native language. കണ്ടോ, നിങ്ങൾ അന്യഭാഷ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ബൗണ്ടറികൾ ബ്രേക്ക് ആകാൻ തുടങ്ങും. So the first thing we note here is if you speak in tongues, your boundaries will be broken. നമ്മൾ ബൗണ്ടറി എങ്ങനെ ബ്ലോക്ക് ആയെന്ന് മനസ്സിലാവും. We will understand how our boundary was blocked. ജാതികൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകാൻ തുടങ്ങും. Other people, Gentiles, will be attracted to us, and then our boundaries are broken. നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ട് ഇപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ വന്ന അതേ ആൾക്കാർ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കൂട്ടുകാരുമെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പോഴും യെരൂശലേമിൽ തന്നെയാണ്. If you look at your friend circle and if they are the same people that you had when you first came to faith, അതിന്റെ അർത്ഥം നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് അടുത്ത ലെവലിലേക്ക് അതിന്റെ അർത്ഥം നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് അടുത്ത ബൗണ്ടറിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. And so you need, if their friend circle is still the same, that means you have to speak in tongues and break your boundary and go to the next level. നിങ്ങൾക്ക് ഇപ്പോഴും ജാതികൾ നിങ്ങളിലേക്ക് വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പോഴും യെരൂശലേമിൽ സ്റ്റക്കായി നിൽക്കുന്നു. If Gentiles are not coming to you, then it means you're still stuck in Jerusalem. അപ്പോൾ യെരൂശലേമിന്റെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ഒരു യഹൂദിയുണ്ട്. And beyond Jerusalem there is a Judea. നിങ്ങൾ നോക്കി, അവർ പറഞ്ഞ വാക്കുകൊണ്ടോ നമ്മുടെ ഭാഷയിൽ, അപ്പൊ ഇവർ യെരൂശലേമിലുള്ളവരല്ല ഇത്. Here in verse 8 you can see these people, they are not from Jerusalem. They can hear them speak in their own native language. കണ്ടോ, അവരെ യെരൂശലേമിന്റെ അകത്ത് ഇവർ കൊണ്ടുവരുവാണ് അന്യഭാഷ പറയുമ്പോൾ. But when they are speaking in tongues, they are bringing the people who were outside into Jerusalem. അവർ പെന്തക്കോസ്ത് പെരുന്നാൾ കൂടാൻ വന്നവരാ. They had come for this festival, the festival of Pentecost in Jerusalem. പക്ഷെ ഇവരകത്ത് വന്നാലേ ഉള്ളൂ പത്രോസിലേക്ക് യെരൂശലേമിന്റെ പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. But only if these people come inside can Peter go outside of Jerusalem. അപ്പൊ ജാതികൾ നിങ്ങളിലേക്ക് വരുമ്പോൾ ഓർത്തോണം, നിങ്ങളുടെ ബൗണ്ടറികൾ ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. So if Gentiles are being attracted to you, then remember your boundaries are being broken. യേശുവിനെ അറിയാത്ത ഒരു മലയാളി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് യെരൂശലേമിന്റെ ബൗണ്ടറി തകർന്നു. So if a person has come to you who does not know Jesus Christ, then that means your boundary. നാനാ ഭാഷക്കാർ വരുമ്പോൾ നിങ്ങൾ ഓരോ ബൗണ്ടറി ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. And when people of different languages come to you, that means you're breaking each boundary. അപ്പൊ അന്യഭാഷ പറയുന്നത് അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. So when you're speaking in tongues, you're breaking your boundary. നോക്കിക്കേ, അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒതുങ്ങാൻ പറ്റത്തില്ല. And I already mentioned that if you're filled with the Holy Spirit, then nothing can hold you. You will be going forward. പരിശുദ്ധാത്മാവ് നിറയാത്തതിന്റെ കാരണം നിങ്ങൾ ആത്മാവിൽ നിറയാത്തത് കൊണ്ടാണ്. And the reason you're not filled with the Holy Spirit is because you have not been filled in your spirit. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് തന്നെയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട്.
What did Jesus say? When you will receive power when the Holy Spirit comes on you. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കുന്നു. That means when Holy Spirit comes, you will receive power. ഈ പവർ നിങ്ങളകത്ത് വ്യാപരിക്കുന്നുണ്ട്. This power is working in you. നിങ്ങൾ അനേകരെ അട്രാക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബൗണ്ടറി ബ്രേക്ക് ആകത്തുള്ളൂ. Only when you are attracting other people, that means your boundaries. നിങ്ങൾ അന്യഭാഷ പറയാൻ തുടങ്ങിയാൽ, if you and when you speak in tongues, ഇവിടെ നിങ്ങൾ ആ വാക്ക് നോക്കിക്കേ, പത്രോസിലേക്ക് ആരെ ഇൻവൈറ്റ് ചെയ്തില്ല. Peter didn't invite any people. അവിടെ ഒരു മനുഷ്യനെ പോലും പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചില്ല. He didn't call anybody saying, "Oh, we are having a prayer." അവർ അട്രാക്റ്റഡ് ആയി. They were attracted. അവർ യെരൂശലേമിന്റെ അകത്തോട്ട് അട്രാക്റ്റഡ് ആകുകയാണ്. They were attracted automatically. നമുക്കറിയാം അന്ന് മുതൽ അപ്പോസ്തലന്മാർ യാത്ര ചെയ്യുവാൻ തുടങ്ങി അവർ യെരൂശലേമിൽ നിന്നും. And we know that from that day on, the disciples, apostles started their journey. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾക്ക് രോഗിയായി ഇരിക്കാൻ കഴിയത്തില്ല. One thing I'll say confidently, you cannot stay a sick person. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറയാൻ തുടങ്ങി കഴിയുമ്പോൾ, When you're filled with the Holy Spirit, പിന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇരുത്തത്തില്ല. Holy Spirit will not make you stay in the same place. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇരുത്താൻ സമ്മതിക്കത്തില്ല. Holy Spirit will not allow you to just stay in one place. നമുക്കറിയാം പൗലോസിലേക്ക് പറഞ്ഞൊരു വാക്കുണ്ട്, ഉറക്കളപ്പ്, പട്ടിണി, ഓട്ടം. കാര്യം അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, പക്ഷെ പരിശുദ്ധാത്മാവ് നിർത്തുന്നില്ല. Paul says a sentence, and we read in the scriptures that they were hungry, they were traveling, they wanted to rest, but the Holy Spirit was not allowing. നമുക്കാണ് ഇഷ്ടംപോലെ സമയമുണ്ടല്ലേ? But we have plenty of time, don't ഞാൻ ചോദിച്ച, കർത്താവ് എന്തുകൊണ്ടാണ് ഈ പൗലോസ്ലീഹാനൊക്കെ കർത്താവ് ഇരുത്താത്തത്? I asked God why Paul never got a minute to just rest. എന്റെ ഉള്ളത്തൊരു ഉത്തരം കർത്താവ് തന്നു. I got an answer from the Lord. അതാണ് പൗലോസ്ലീഹയുടെ കുഴപ്പം. Paul had this problem. അതുകൊണ്ട് അതിന്റെ 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 18 വാക്യം, ഇതുകൊണ്ടാണ് പൗലോസ്ലീഹാനെ പരിശുദ്ധാത്മാവ് ഇരുത്താത്തത്. 1 Corinthians chapter 14 verse 18. Chapter 14 verse 18. I thank God that I speak in tongues more than all of you. കണ്ടോ, ഞാൻ എല്ലാവരേക്കാൾ അധികം അന്യഭാഷ പറയാൻ തുടങ്ങി. എന്റെ അർത്ഥം ബൗണ്ടറിക്കകത്ത് നിർത്തത്തില്ല പരിശുദ്ധാത്മാവ്. The reason Paul was never resting is because he never stopped speaking in tongues. Holy Spirit didn't let him just sit still. പൗലോസ്ലീഹായ്ക്ക് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. Paul wanted to sit still. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് മിനിസ്ട്രി ഒന്നും വേണ്ട, സ്വസ്ഥമായിട്ടല്ല മിനിസ്ട്രി ഒന്നും വേണ്ട, എനിക്ക് ഇവിടെ ഇരുന്നാം എന്ന് പറഞ്ഞ ഒറ്റ കാര്യം, അന്യഭാഷ പ്രാർത്ഥിക്കായിരുന്നാ മതി. If you just want to sit in one place and do no ministry, then just do one thing, don't speak in tongues. പക്ഷെ അന്യഭാഷ പറഞ്ഞു പോയോ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓടിക്കാൻ തുടങ്ങും. But if you speak in tongues, Holy Spirit is going to use you and he is going to take you to places. അപ്പോസ്തലന്മാർ മർക്കോസിന്റെ മാളിക മുറിയിൽ പാട്ടൊക്കെ പാടി ഏതെങ്കിലും ഒരു സങ്കീർത്തനൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇരുന്നേനെ. If the apostles had just sat there in the upper room just singing some songs, they would have just sat there. പക്ഷെ അന്യഭാഷ പറയാൻ തുടങ്ങിയോ, but as soon as they started speaking, പത്രോസ് നിന്നെ ഇരുത്തത്തില്ല. Peter could not sit still. നിന്നെ ഇരുത്തത്തില്ല. Holy Spirit will not allow them to sit still. ഞാൻ നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന, എന്റെ ആഗ്രഹം എല്ലാവരെക്കാൾ അധികം അന്യഭാഷ പാടിക്കണമെന്നാ. What I want in this prayer, and I desire to speak more in more tongues than any of you. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരി, പുള്ളിക്കാരി ഇന്ത്യക്കാരിയല്ല, വേറെ രാജ്യക്കാരിയാണ്. I have a colleague who is from another country. She works with me. അപ്പൊ എന്റെ വെച്ച് എപ്പോ തുടങ്ങും, പ്രാർത്ഥന എപ്പോ തുടങ്ങിയാൽ എപ്പോ തീരുന്ന് ചോദിച്ചു. She asked me if the prayer starts, what time will it start and what time will it end? അപ്പം ഞാൻ ഓർത്തത് ചിലപ്പം ഒരു ഭയങ്കര നീട്ടി പറഞ്ഞ അവസാനം നാണക്കേടല്ലേ പെട്ടെന്ന് നിർത്തിയാൽ. അതുകൊണ്ട് ഞാൻ ടൈം പറഞ്ഞില്ല, സ്റ്റോപ്പിംഗ് ടൈം പറഞ്ഞില്ല. രാവിലെ 10:30 സ്റ്റാർട്ട് ചെയ്യും ഇന്ത്യൻ ടൈമിൽ, മോർണിംഗ് 6 o'clock സ്റ്റാർട്ട് ചെയ്യും. എൻ ടൈം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, എപ്പോഴും നിർത്താന്ന് പറഞ്ഞു. ചിലപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നിർത്തും എന്ന് പറഞ്ഞു. Because I didn't know how long we could pray, and it will be embarrassing if we stopped earlier, so I didn't give her an end time. I just said we'll start at 6 in the morning and we'll pray. കാര്യം ഞാൻ ഓർത്തത്, ഞാനായിരിക്കും ഇവരെക്കാളും കൂടുതൽ അന്യഭാഷ പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് മടുത്തു പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ ഓർത്തത് ആദ്യം സ്റ്റോപ്പിംഗ് ടൈം ഞാൻ പറഞ്ഞില്ല. And I thought maybe I'll get tired of speaking in tongues, so I didn't give her an end time. ഇന്ന് ഞാൻ നോക്കുമ്പോൾ 8 മണിക്കൂറായപ്പോൾ ഞാനാണ് സ്റ്റോപ്പ് ചെയ്തത്.
And today, after 8 hours, it was me who stopped it. അപ്പൊ എന്റെ കൂടെയുള്ളവർക്ക് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു നിർത്തണമെന്ന്. But those who were with me, they didn't even want to stop even after 8 hours. എനിക്കൊരു കാര്യം മനസ്സിലായി, അന്യഭാഷ പറയാൻ തുടങ്ങിയ പരിശുദ്ധാത്മ വെറുതെ ഇരിക്കത്തില്ല. One thing I understood, that if we speak in tongues, then Holy Spirit will not let നിങ്ങൾ you എത്ര മണിക്കൂർ അന്യഭാഷ പറയുന്നോ അത്ര ദൂരം നിങ്ങൾ യാത്ര ചെയ്യും. the more you speak in tongues, the further you will travel. നമ്മൾ ബൗണ്ടറിക്കകത്ത് ലോക്കായി കിടക്കാൻ കാരണം, The reason we are locked within our boundaries, കർത്താവിന്റെ ഭാഷയിൽ നമ്മൾ മൂവ് ചെയ്യുന്നില്ല. because we are not moving in the language that God has അതുകൊണ്ട് given. നമ്മൾ ഇപ്പോഴും വിളിച്ചവരുടെ കൂട്ടത്തിൽ കിടക്കുക. That's why we are still sitting with the invited, the group നമ്മൾ of people who are invited. തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിലേക്ക് കയറി വരുന്നില്ല. We have not gone into the group of the chosen. ഞാൻ പറഞ്ഞില്ല, പൗലോസ്ലീഹ പറഞ്ഞ എല്ലാവരേക്കാൾ അധികം അന്യഭാഷ സംസാരിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. Paul says that I speak in tongues more than any of you, and he praises God for that. നമുക്കറിയാം, വേറെ ആരും യാത്ര ചെയ്തതുപോലെ പൗലോസ്ലീഹാനെ ദൈവം യാത്ര ചെയ്തു. And we know that more than any, Paul traveled more than any of the other disciples. കൊരിന്ത്യ പട്ടണത്തിൽ ചെന്നപ്പോഴേക്കും പൗലോസ്ലീഹ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. When he reached Corinthians, he thought he would be able to rest there. അപ്പോസ്തലപ്രവൃത്തി പറഞ്ഞു, പൗലോസേ നീ മിണ്ടാതിരിക്കുക, എനിക്ക് വളരെ ജനബഹുടിയുണ്ട്. കണ്ടോ? But in Acts we read, Holy Spirit is telling him, you cannot be quiet. I've got a lot of people in this town. പൗലോസ് പറഞ്ഞു, എന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചത് എവിടെ? Paul thought he'll be able to rest in പക്ഷെ that നീ town. എല്ലാവരേക്കാൾ അധികം അന്യഭാഷ പറയാൻ തുടങ്ങിയാൽ But if you speak more, നിങ്ങളുടെ വാക്കുകൾ പ്രവചനമായി മാറും. your words will become prophecies. നിങ്ങളുടെ കൈതൊടൽ അത്ഭുത രോഗസൗഖ്യങ്ങളായി മാറും. When you lay hands on others, they'll be healed. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, പിശാചിന്റെ ആഗ്രഹം നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന. So the desire of the devil is that we shouldn't pray. ഞാൻ പറഞ്ഞ മാസത്തിൽ ഒന്ന് ലീവ് എടുത്താണെങ്കിൽ ഒരു ഫുൾ ഡേ ടങ്സിന് വേണ്ടി മാത്രം വേർഡും പറഞ്ഞ് വചനവും പ്രഖ്യാപിച്ച് വേറെ ഒരു മെസ്സേജും കേൾക്കരുത്, വചനവും പ്രഖ്യാപിച്ച് അന്യഭാഷയെ തന്നെ ഇരിക്കാൻ തുടങ്ങിയാൽ I think it's a good practice, even if it means you take leave one day a month and just sit in God's presence, not listening to other messages, just speaking in tongues and proclaiming the word of God. ഞാൻ പറയും, കർത്താവ് നിങ്ങളെ UK നിർത്തത്തില്ല. And I'll say, if you decide to do something like that, you will not just stay. നിങ്ങൾ അവസാനം കർത്താവ് എനിക്ക് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും നിർത്തത്തില്ല. Even if you beg God, I just want to rest for some days, he will not let you rest. ഞാൻ കാരണം പറഞ്ഞു തരാം. അന്യഭാഷ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? And I'll tell you the reason. I'll tell you what happens when you speak in tongues. അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ നിറയുകയാണ്. When you speak in tongues, you are being filled. അപ്പൊ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുവാണ്. So when you're speaking in tongues, Holy Spirit is filling up within you. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ, and when you're filled with the Holy Spirit, പരിശുദ്ധാത്മാവിന് പ്രത്യേകത, പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ പിന്നെ ഒഴുകണം. and if Holy Spirit fills you, then it has to flow through you. യേശു പറഞ്ഞ് വിശ്വസിക്കുന്നുള്ളത് ജീവിതത്തിൽ നദി ഒഴുകും. കണ്ടോ? പരിശുദ്ധാത്മാവിന് ഇഷ്ടം ഒഴുകാനാ. And Jesus Christ said, from all those who believe, rivers of living water will flow from within you. പക്ഷെ കർത്താവ് പരിശുദ്ധാത്മാവ് ഒറ്റക്കൊഴുകത്തില്ല. But Holy Spirit will not just flow alone. നിങ്ങളെയും കൊണ്ടേ പരിശുദ്ധാത്മാവ് പോകത്തുള്ളൂ. Holy Spirit will flow with us. കണ്ടോ? ഇതാണ് ആത്മാവിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെയും കൊണ്ടൊഴുകും. And that means that when we are filled with the Holy Spirit, we also flow along with Holy Spirit. അപ്പോൾ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിൽ നിറവില്ലാത്തത് കൊണ്ടാണ് ഒഴുക്ക് വരാത്തത്. And the reason there is no flow, the rivers of living water is not flowing out of you, because you are not filled with ഈ ദിവസങ്ങളിൽ അന്യഭാഷ പറയാൻ തുടങ്ങുമ്പോൾ, so in these days, if you start speaking in tongues, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ, when you preach the promises of God, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. Holy Spirit will start flowing out. പരിശുദ്ധാത്മാവ് ഒഴുകിക്കൊണ്ട് പോകുന്ന സ്ഥലങ്ങളാണ് നിങ്ങളുടെ മിനിസ്ട്രി.
And wherever Holy Spirit flows from you and അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങളുടെ വിളിയും പത്രോസ്ലീഹ പറയുന്നത് വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പ് വരുത്തണം. that becomes your ministry, and that's why Peter says എന്ന് you should make your calling and election sure. ഞാൻ ഒന്ന് രണ്ട് വചനം പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാവേ. I'll say a few more verses and then നിങ്ങൾക്ക് conclude. ഉറങ്ങേണ്ടതുണ്ടെന്ന് എനിക്കറിയാം. I know you all want to sleep. പത്രോസിന്റെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം, 38, 39, 40 വാക്യം. Matthew 1, Mark 1, 38, 39 and 40 I'll read. Jesus replied, "Let us go somewhere else to the nearby villages so I can preach there also. That is why I have come." So he traveled through Galilee, preaching in their synagogues and driving out demons. നിങ്ങൾ ശ്രദ്ധിച്ചു, യേശുക്രിസ്തു ഒരു തിടുക്കം കണ്ടോ? ഒരു ഭയങ്കര എന്താ പറയുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു ഫീൽ വായിച്ചോ? ശ്രദ്ധിച്ചു നോക്കി, ഒന്നുകൂടെ വായിച്ചില്ലേ? Jesus replied, "Let us go somewhere else to the nearby villages so that I can preach there also." ആരോ കർത്താവിനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി, ഇവിടെ നിന്നാ പോരെ, ഇത്ര അത്ഭുതങ്ങളും എന്തൊക്കെ അത്ഭുതങ്ങളാ. അപ്പൊ യേശു പറയുകയാണ്, എനിക്ക് അടുത്ത ഊരിൽ പ്രസംഗിക്കേണ്ടതെന്നും നാം അവിടേക്ക് പോകാം, ഇതിനായിട്ടല്ലോ പുറപ്പെട്ട് വന്നിരിക്കുന്നു. അതിനകത്ത് ഒരു തിടുക്കം കണ്ടോ കർത്താവിന്? Can you see Jesus has a sense of urgency to go and preach? 37 him there because miracles are taking, but നിങ്ങൾ he wants to go to the next village and preach. 36, 37 വായിച്ചാൽ മതി, സമയമില്ല, വായിക്ക് മനസ്സിലായി. യേശു ഭയങ്കര ധൃതിയാ. You can read 36, 37 later. Jesus is having a sense of urgency to go and preach in other villages. കർത്താവിന് ഒരു പട്ടണത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. He's not just staying in. നമ്മളാണെ പറഞ്ഞാൽ ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, 10 പേരുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് ഇവിടെയാണ് സ്വർഗ്ഗം, നമ്മളവിടെ കൂടിയാണ് അല്ലേ? It was us, we would just stay in that place and say, "Oh, this is heaven," and we'll just settle there in one place. യേശുവിന് എന്തുകൊണ്ടാണ് നിൽക്കാൻ കഴിയുന്നറിയോ? Do you know why Jesus didn't want to stay in just one ലൂക്കോസിന്റെ place? സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഉള്ളതുകൊണ്ടാണ്. It's because of Luke chapter 1, 4 verse 1. Luke chapter 4 verse 1. Jesus, full of the Holy Spirit, left the Jordan and was led by the Spirit into wilderness. നിങ്ങൾ നോക്കിക്കേ, യേശുക്രിസ്തു ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ലേ? ഫിൽ വിത്ത് ഹോളി സ്പിരിറ്റ്, എന്റെ ഭാഷ കൊടുക്കുക അല്ലേ? ഫിൽ വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞാ പിന്നെ പരിശുദ്ധാത്മാവ് നിർത്തത്തില്ല. Here we see Jesus is full or filled with the Holy Spirit. If you are filled with the Holy Spirit, then you will not stay in one place. നിങ്ങൾ നോക്കി, യേശുവിന്റെ ശിഷ്യന്മാര് മടുത്തിട്ടുണ്ട് കർത്താവിന്റെ പുറകെ പോയി. The disciples of Jesus, they were tired following Jesus. കാര്യം നിങ്ങൾ നോക്കിയത്, കർത്താവ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. It's because Jesus was running around. അതിന്റെ കാര്യം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാ പിന്നെ ഇരുത്തത്തില്ല പരിശുദ്ധാത്മാവ്. And the reason is because if you're filled with the Holy Spirit will not just മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ അകത്തൊരു പ്രേരണ ഉണ്ടാകുന്നുണ്ട്. എന്റെ പ്രിയരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. So if you have a deep urgency in you to pray for hours, then you are blessed because Holy Spirit is flowing through you. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര എരിവുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, പരിശുദ്ധാത്മാവ് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. If you are on fire for God to do something for the Lord, that be happy because Holy Spirit is flowing through you. ഇനി അതിന്റെ 39 വാക്യം, മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 39 വായിച്ചല്ലേ? അങ്ങനെ അവർ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്നു പ്രസംഗിക്കുകയും ഭൂതത്തെ പുറത്താക്കുകയും ചെയ്യുന്നു. Mark chapter 1 verse 39. So he traveled throughout Galilee, preaching in the synagogues and driving out demons. കണ്ടോ, വചനം പറയാൻ വേണ്ടി ആരും പോകരുതേ. വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഭൂതങ്ങളെ പുറത്താക്കും. 39 ആണേ. കട്ടായിപ്പോയ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ലിലി സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? So don't just go to just preach. When you preach there,
Okay. അപ്പം നിങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. Holy Spirit wants to work in you and through you. നിങ്ങൾ നിറയാത്തത് കൊണ്ടാണ് ഒഴുകാത്തത്. ഇപ്പൊ മനസ്സിലായോ? Now do you understand that it is because we are not filled, it is not flowing from us. നിറയണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, നിങ്ങൾ അന്യഭാഷ പറഞ്ഞാൽ മതി. And to be filled, there's only one way: speak in tongues. നമുക്കറിയാം, നമ്മുടെ വയറ് നിറയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ വയറ് നല്ലപോലെ നിറയണം, എന്ത് ചെയ്യണം? നമ്മൾ ഫുഡ് കഴിച്ചാൽ മതി, അല്ലേ? We know something. If you want our tummy to be full, we just need to eat food. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. അപ്പൊ വചനം ഒരു ഫുഡാണ്. Jesus said, man shall not live by bread alone, but by every word that proceeds from the mouth of God. So word is the food. അപ്പൊ വചനം കൊണ്ട് നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റും, അന്യഭാഷ കൊണ്ട് നിറയ്ക്കാൻ പറ്റും. So you can fill yourself with the word of God and with other tongues. ഇത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയ പരിശുദ്ധാത്മാവിൽ ഇരിക്കാൻ, നമുക്കറിയാം, നമ്മൾ വയറ് ഫുള്ളായപ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റുമോ? So if we start doing this, then you will not be able to sit still. ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ അല്പമേ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോഫയിൽ സിറ്റിൽ സുഖമായിട്ടിരിക്കാൻ പറ്റും. If we eat just enough, then we can sit quietly in our sofa. നിങ്ങൾ ഓവർഫ്ലോ ആയിട്ട് കഴിച്ചാൽ പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. But if you overeat, then you will not be able to. നമ്മളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. We will be walking up and down. We will not be able to. ഇത് സെയിം ആണ് ശുശ്രൂഷയിലും. The same thing in the ministry. നിങ്ങൾ വചനവും ആത്മാവിന്റെ ഭാഷയും പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. If you speak the word and other tongues, then you will not be able to. നിങ്ങൾ മൂവ് ചെയ്തോണ്ടേ ഇരിക്കും. You will keep moving. നിങ്ങൾക്ക് ഇരിക്കാൻ സമയം കിട്ടത്തില്ല. You will not get time to sit. അങ്ങനെ ഇനി ഇരിക്കണമെങ്കിൽ ആ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്താൽ മതി. If you want to sit still, stop praying. നിങ്ങൾ നിറയാതിരുന്നാൽ വെറുതെ ഇരിക്കാം. If you don't get filled, you can sit and നിറയാൻ തുടങ്ങിയാൽ പിന്നെ യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും പിടിച്ചാ കിട്ടത്തില്ല. But if you start getting filled, then you will not be staying in one place. People will not be able to grab hold of you. ഞാൻ വിശ്വസിക്കുന്നത് നെക്സ്റ്റ് ഇയർ അസാധാരണമായ രീതിയിൽ നിങ്ങൾ വളരാൻ പോവാ. I believe that next year you're going to have an exponential growth. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു 1 ഡേ, ആഴ്ചയിൽ ഒരു ദിവസം, ഏറ്റവും കുറഞ്ഞത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഒരു ഹാഫ് ഡേ എങ്കിലും ഫില്ല് ചെയ്യാൻ വേണ്ടിയിരിക്കണം. So I desire that at least once a week, even if it's only half a day, you should take that time to be filled with the Holy Spirit. എല്ലാ ദിവസവും വചനം നിറഞ്ഞ് നമുക്ക് തോന്നണം, എനിക്ക് ഇനി ഇതിൻ്റെ അകത്ത് വചനം പറയാൻ ഇടയില്ല. മടുക്കണം. Every day you should eat the word of God, and you should think, you should reach that position that you cannot eat anymore. അന്യഭാഷ പറഞ്ഞ് മടുക്കണം നിങ്ങൾ. You should get fed up speaking in tongues. അപ്പൊ പയ്യെ പരിശുദ്ധാത്മാവിനെ ഉന്താൻ തുടങ്ങും. And then slowly Holy Spirit will start. നിങ്ങൾ വാ തുറന്ന് സംസാരിക്കുന്നത് പ്രവചനമായി മാറും. What you then speak will be prophecy. നിങ്ങൾ തൊടുന്നോടത്തെല്ലാം ആ ഓവർഫ്ലോ വ്യാപരിക്കും, അത്ഭുതങ്ങളായി വ്യാപരിക്കും. Wherever you touch, there will be miracles, signs and wonders. ഇതുകൊണ്ടാണ് പത്രോസ്ലീഹ നടക്കുന്ന സമയത്ത് ഷാഡോ തട്ടിപ്പോലും രോഗി സൗഖ്യമായത്. And that is why when Peter walked, even in his shadow, sick people കാര്യം ഷാഡോയ്ക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ല ഓവർഫ്ലോ വന്നിട്ട്. Even his shadow had healing and miraculous powers. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഫില്ല് ചെയ്യണം. And that is why we should be filled. എല്ലാ ദിവസവും മിനിമം 1 മണിക്കൂർ കട്ട് ചെയ്ത് കേട്ടോ. തെരഞ്ഞെടുക്കപ്പെട്ടവർ 2 മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് അന്യഭാഷ പറയണം. തെരഞ്ഞെടുക്കപ്പെട്ടവർ every day 1 hour is too little. The chosen should speak at least 2 hours. ശുശ്രൂഷയുടെ ആഗ്രഹമുള്ള 3 മണിക്കൂർ പ്രാർത്ഥിക്കണം ഏറ്റവും And കുറഞ്ഞത്. those who want ministry to do well in their ministry, minimum 3 hours. 1 മണിക്കൂറിന് മുകളിലെങ്കിലും വചനം ഈസിയാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ വചനം കഴിച്ചുകൊണ്ടിരിക്കുക. And more than 1 hour, you should feed on the word. It's easy, just like we have 3 meals a day. Just eat the word of God. ഞാൻ കെനത്ത് ഹേഗന്റെ സാക്ഷ്യം കേട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞാണ്, I heard the testimony of Kenneth Hagin. അദ്ദേഹത്തിന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയ ആളാ. He was paralyzed from his waist down. അദ്ദേഹം കർത്താവിന്റെ ശുശ്രൂഷ വളരെ ആഗ്രഹിച്ച ഒരാളാ. He really wanted to serve God. He wanted to be. അദ്ദേഹം വചനം പറയാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ എണീക്കും, നടക്കും, ലോകം മുഴുവൻ പോകാൻ പറയാൻ തുടങ്ങി. He started speaking every single day that I will get up, I will walk, I will do the Lord's work. ഇത് കർത്താവിന്റെ വചനം ഭക്ഷിക്കാൻ തുടങ്ങി. He started eating the word of God. ഒരു ദിവസം അദ്ദേഹത്തിന്റെ വൈഫ് നോക്കുമ്പോൾ, and one day when his wife looked at him, ഇദ്ദേഹം രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ടേബിളിൽ ഇരുന്ന്.
that he was actually sitting at the breakfast table. അന്ന് മുതല് കെന്നത്ത് ഹാഗൻ ഇരിക്കാൻ പറ്റിയിട്ടില്ല. And after that day, Kenneth Hagin hasn't നിങ്ങൾ stayed. യൂട്യൂബിൽ നോക്കി അദ്ദേഹത്തിന്റെ 80-ാം വയസ്സിൽ പോലും ആ പ്രായത്തിൽ അദ്ദേഹം അന്യഭാഷ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. If you look in YouTube videos, you can see even at the age of 80, he was still speaking in tongues and working for the ഞാൻ Lord. ചിന്തിക്കും അദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ അദ്ദേഹം എത്രത്തോളം ക്ഷീണിതനാണ്. I was thinking, when I saw his video, how tired he must be. കാര്യം അത്രത്തോളം പ്രായത്തിന്റെ അദ്ദേഹത്തിനുണ്ട്. Because he was that old. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴേക്കും അന്യഭാഷയുടെ ഡ്യൂറേഷൻ 6-7 മണിക്കൂറാ. When I looked at the YouTube video, the duration of the videos was 6 to 8 hours. കണ്ടോ, അത്രയും പ്രായത്തിൽ ശരിക്കും നടക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ എന്നിട്ടും പരിശുദ്ധാത്മാവ് ഇരുത്തുന്നില്ല. At that age, he couldn't even walk properly, but Holy Spirit was still not letting him. ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത്, കെന്നത്ത് ഹാഗനെ റെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അന്യഭാഷ പ്രാർത്ഥിക്കായിരുന്നാൽ മതി. Even now, I think the best way for Kenneth Hagin to rest was to stop speaking in tongues. അദ്ദേഹത്തിന് അറിയത്തില്ല എങ്ങനെ കർത്താവ് റെസ്റ്റ് ചെയ്യണമെന്ന്. He didn't know how to rest. ഈ 6 മണിക്കൂറൊക്കെ അന്യഭാഷ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് ഇരുത്തത്തില്ല പ്രിയരെ. If you speak in tongues for 6 hours, Holy Spirit is നിങ്ങളെ not ദൈവാത്മാവ് ഇരുത്തത്തില്ല. Holy Spirit is not going to just let you പരിശുദ്ധാത്മാവ് കൊണ്ട് നടക്കും നമ്മളെ. Holy Spirit is going to carry. ഇതാണ് നമുക്ക് ലഭിച്ച യെരുശലേമിന്റെ ബൗണ്ടറിയിൽ നമ്മൾ ഇപ്പോഴും ആരൊക്കെയോ സ്റ്റക്കായി കിടക്കുവാണ്. So many of us are stuck within our own Jerusalem. ഇവിടുന്ന് പുറത്തു വരണം. We have to come out of our Jerusalem. അതിന്റെ സൈനാണ് ജാതികൾ നിങ്ങളുടെ യെരുശലേമിലേക്ക് നിങ്ങളെ തേടി വരും. And the sign is Gentiles will come into your നിങ്ങൾ അന്യഭാഷ തന്നെ പറഞ്ഞാൽ ജാതികൾ തന്നെ, ഇതൊരു സൈനാണ് നിങ്ങളുടെ ബൗണ്ടറി ബ്രേക്ക് ആയി. If you speak in tongues, and Gentiles come to you, it's a sign that your boundaries are broken. ഞാൻ നിങ്ങളുടെ സമയത്തെ കൂടുതൽ എടുത്തു. I've taken a lot of your time. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's all pray together. അപ്പൊ നമുക്ക് ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ നമുക്ക് മണിക്കൂറുകൾ ടൈം ലിമിറ്റ് ഇല്ലാതെ നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. If God allows, in the coming days, without any time limit, we must pray in tongues. ഇന്ന് അന്യഭാഷ പ്രാർത്ഥിക്കുന്ന സമയത്ത് Today when we were speaking in tongues, ഞാൻ പെട്ടെന്ന് ടൈം നോക്കിയപ്പോൾ 5 മണിക്കൂറായി കണ്ടിന്യൂസ് അന്യഭാഷ. when I looked at the time, it was almost 5 hours that we had spoken continuously. ഞാനൊരു വചനം എടുക്കാൻ വേണ്ടി വരുമായിരുന്നു. I was going to meditate from a word of God. എന്നാൽ പരിശുദ്ധാത്മ പറഞ്ഞു നിങ്ങൾ ഒരു ഇമ്പാർട്ടേഷൻ കൊടുക്കാൻ പറഞ്ഞു. The Holy Spirit told me to give them an impartation instead. അപ്പൊ 5 മണിക്കൂർ ദൈവാത്മാവ് ഈ കാര്യം മിണ്ടിയില്ല. For 5 hours, Holy Spirit didn't say anything. അപ്പൊ ദൈവാത്മാവിന് ഇഷ്ടമായതുകൊണ്ട് അത്രയും നേരം ഇരിക്കുമ്പോ കണ്ടോ. That means Holy Spirit likes to hear us speak in tongues. കാരണം ഞാൻ ഓർക്കുമായിരുന്നു കർത്താവ് അത്രയും നേരം അത് മിണ്ടിയില്ല കാര്യം. I was thinking for 5 hours, Holy Spirit didn't mention anything. 6 മണിക്കൂറിൽ ഇവർ പേരുകൾ വെളിപ്പെടാൻ തുടങ്ങി. And from the 6th hour, the names started being. ഇവർക്ക് രോഗങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. Their sicknesses. അവര് സൗഖ്യമാക്കാൻ തുടങ്ങി 7-ാം മണിക്കൂറിൽ. And so the 7th hour, they were started getting. അപ്പൊ എന്റെ മനസ്സിൽ കർത്താവ് 5 മണിക്കൂർ എന്താ ഒന്നും നടക്കാഞ്ഞത്. So I told Lord, why the first 5 hours, why nothing was happening? കർത്താവ് ഇങ്ങനെ നോക്കിയിരിക്കുക. Because Lord is looking at us. എന്നാലും നിങ്ങളെ കൊണ്ട് ഒഴുകാൻ വേണ്ടി നിൽക്കുക കർത്താവ്. Because He wants to flow with us. ഇതാണ് യേശുവിന്റെ ഭയങ്കര ധൃതി കൊണ്ട്. യേശുവിന്റെ ധൃതി കൊണ്ട് ശിഷ്യന്മാർക്ക് ദേഷ്യമായി കാണും. എവിടെയും ഇരിക്കാതിരിക്കുമ്പോൾ യേശു പറയും പോയേക്കാം ബാബു പോയേക്കാം എരുശലേമിൽ പോയേക്കാം. If you notice, we just read that whenever the disciples must have thought, oh, let's rest in this place, Jesus would push them and say, no, let's go to the next town. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ പിതാവിന്റെ വാഗ്ദത്തം ലഭിക്കുന്നത് വരെ യെരൂശലേം വിട്ടു പോകരുത്. ഇവിടെ ഈ സമയത്ത് മാത്രമേ റെസ്റ്റ് ചെയ്യാൻ സമയമുള്ളൂ. And that's why Lord told, till you get the promise that my Father promised you, do not leave Jerusalem. അപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാം ആസ്വദിച്ചോണം. ഇവിടുന്ന് പോകാൻ പോവാ. So just enjoy now what you can, because you are not going to. ഞാനൊരു സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. I'll conclude with a testimony. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. I had a friend. ഞാൻ എപ്പോ നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ വാ നിറച്ച അന്യഭാഷയാണ്. Whenever I looked at him, he was always speaking in tongues. ഇദ്ദേഹം എപ്പോഴും പ്രാർത്ഥിച്ചു നടക്കുന്നതാണ്. He's always praying. അപ്പൊ ഞാൻ ഓർത്തത് എന്തോ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. So I
I thought, ഈ പരിശുദ്ധാത്മാവിന് ഈ what പ്രാർത്ഥിക്കുന്നവരെ is it? ഭയങ്കര ഇഷ്ടമാ. നിറയ്ക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്, നിറയുന്നവരെ. Those who are being filled, he loves them. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. This friend of mine, he didn't have his own house. ഇന്ന് അദ്ദേഹത്തിന് 3-4 പ്രോപ്പർട്ടികൾ ആൾക്കാർ വെറുതെ കൊടുക്കുക, കൊണ്ടുപോയി ഫ്രീ ആയിട്ട്. People have just gifted it to him. ഫ്രീ ആയിട്ട് കൊടുക്കുക വീടുകൾ. They just gave it to him free of charge. അപ്പൊ പരിശുദ്ധാത്മാവിൽ നിറയാൻ തുടങ്ങിയാൽ, ഈ പരിശുദ്ധാത്മാവിന് സന്തോഷം തോന്നിയാൽ ഉള്ളതെല്ലാം പെറുകി തരും. If you're full of the Holy Spirit and Holy Spirit is pleased with you, he'll just add, he'll just give you all the things. ഇതുകൊണ്ടാ പൗലോസ് പറഞ്ഞ എല്ലാവരെക്കാൾ അധികം അനുകൊണ്ട് വാശി വേണം. അവരാരെങ്കിലും പറയും അവർ 2 മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ചാടി ഒരു 4 മണി, അതിൽ ഈ കാര്യത്തിൽ വാശി ഉണ്ടാകണം. I would say you should have a competitive mind here in this thing. If anybody says I prayed for 2 hours, you should pray 4 hours in tongues. കണ്ടോ? അതുകൊണ്ടാണ് പൗലോസ് എല്ലാവരെക്കാൾ അധികം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? സീക്രട്ട് മനസ്സിലായോ? So you understood the secret. Paul said that is, I pray in tongues more than any of you. നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി 2 മണിക്കൂർ ഡെയിലി ടൈം വെച്ചിട്ട് ഒരു 3 ആഴ്ചയോ 1 മാസമോ ചുമ്മാ നോക്കി 2 മണിക്കൂർ അന്യഭാഷ, 1 മണിക്കൂർ വചനം, അതിങ്ങനെ ഭക്ഷിക്കുന്നത് പോലെ കണ്ടിന്യൂസ് ചെയ്യുക. Try it for a few weeks. Every 2 hours pray in tongues and 1 hour read from the word of God. Just try it. ഞാൻ നിങ്ങൾ പറഞ്ഞു, നിങ്ങളെ പിന്നെ വീൽ ചെയറിലായിക്കോട്ടെ സ്ട്രെച്ചറിലായിക്കോട്ടെ ഏത് രോഗത്തിൽ ഇരിക്കാൻ സമ്മതിക്കത്തില്ല കർത്താവ്. I'll say after that nothing is going to keep you in one place, whether you're on a stretcher, whether you're on a wheelchair. Holy Spirit is going to fly with you. നിങ്ങളെ എടുത്ത് ഓടിക്കും. He will make you run. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. We'll pray together. വലിയൊരു പകർച്ച പരിശുദ്ധാത്മാവിൽ ഉണ്ടാകട്ടെ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊടുത്ത് കർത്താവ് ഇത്രയും മണിക്കൂറുകളൊക്കെ പ്രാർത്ഥിക്കാം. ഞാൻ ഒരു കാര്യം പറയാം, പരിശുദ്ധാത്മാവ് നമ്മളെങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുക. One thing I'll say, Holy Spirit is pushing each one. ലീവ് എടുക്കുവാണെങ്കിൽ ലീവൊക്കെ എടുത്തോണം. If you have leave, if you can take leave, do take leave. പിന്നെ ഒഴികെ പിന്നെ നമുക്ക് എക്സ്ക്യൂസ് ഒന്നുമില്ല, അങ്ങ് പൊക്കോളും. പിന്നെ because once we start flowing, we'll have no more excuse. We'll just keep flowing. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവിന്റെ വലിയൊരു പകർച്ച ഉണ്ടാകട്ടെ. അപ്പൊ Let there be a impartation, Lord, on കർത്താവെ, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കാൻ കൃപവേൽ ഞങ്ങളെ നിറയ്ക്കണപ്പാ. I pray that you'll give us the grace to sit for hours in your presence. എന്ന് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ഒരു പൗലോസ് പറഞ്ഞ ഒരു വാശി പറഞ്ഞു, ഞാൻ എല്ലാവരെക്കാൾ അധികം പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ പറയാം, കർത്താവ് എല്ലാവരെക്കാൾ അധികം പ്രാർത്ഥിക്കാൻ കൃപ വേണപ്പാ. Let's all have that eagerness to pray more than anyone else. എനിക്ക് എന്റെ യെരൂശലേമിൽ നിന്ന് പുറത്തു വരണം. Because we have to come out of our Jerusalem. പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ എന്നെ നിറയ്ക്കും. Holy Spirit will fill me with His language. ഞാൻ ഇവരെല്ലാം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. I bless everybody here. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. I thank you for your great and mighty work. കർത്താവ് ഇന്ന് ജോയിൻ ചെയ്തവരെല്ലാം അനുഗ്രഹിക്കുന്നപ്പാ. I bless all those who have joined this meeting. അവർക്ക് ദാഹം ഉള്ളത് കൊണ്ടാണല്ലോ അപ്പ അവരെ കർത്താവ് കൂട്ടി വരുത്തിയത്. They have all joined us because they are thirsty, Lord. ഇനിയും പരിശുദ്ധാത്മാവ് അവരെ നിറയ്ക്കുന്നതിന് നന്ദിയപ്പാ. And thank you, Lord, that Holy Spirit is filling each one of them. വൻ കാര്യങ്ങൾ ചെയ്യും. He'll do mighty works through them. യേശുവിന്റെ നാമത്തിൽ തന്നെ. In Jesus' mighty and holy name. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവം അനുവദിച്ചാൽ പിന്നെയും പല പ്രാക്ടിക്കൽ സെഷനിലൂടെ നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് എല്ലാത്തിലും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് സമയങ്ങളെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ടൈം ലിമിറ്റ് ഇല്ലാതെ നമുക്ക് കൂടാം. അപ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിന്നെയും കാണാം, ഒരുമിച്ച് കൂടാം. പ്രത്യേകിച്ച് നാളെ നമുക്ക് പ്രയർ ഉണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് ഇനിയും നമുക്ക് അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. God bless you all. Everyone else. Yeah. God bless you.
God willing, Pastor. we'll have a practical session, and we have Amen. prayer in tongues